കാര്യം നമ്മൾ രാവിലെ തന്നെ കണ്ടക്ടർ ഊത്തി എണീപ്പിച്ചാണെങ്കിലും ഈ സ്ഥലം രാവിലെ തന്നെ കാണാൻ നല്ല രസമുണ്ട്. ബസ്സിൽ നല്ല തണുപ്പായതുകൊണ്ട് മൂക്കെല്ലടഞ്ഞ് പണ്ടാരടങ്ങി. പിന്നെ നമ്മൾ നേരെ പോയത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഒരു ചായ കുടിക്കാൻ. ചായ മാത്രമല്ല, ചായന്റെ പേര് 2 മസാല ദോശയും പറഞ്ഞു. മസാല ദോശ നല്ല പൊയ്ക്കിന്റെ അകത്ത് ദോശ കുത്തി തിന്നുന്ന പോലെയുണ്ട്. എന്താണെന്ന് അറിയില്ല, തമിഴന്മാരെല്ലാം നല്ലോണം കുത്തി കയറ്റുന്നുണ്ട്. ഇനി അവരെ ഫോക്കസ് ചെയ്തിട്ട് അവരെ സ്റ്റൈലിൽ ഉണ്ടാക്കിയതാണെന്നൊന്നും അറിയില്ല. നമുക്ക് എന്തായാലും പോകുന്നില്ലേലും. ഇതാണ് ഈ ബാബർ മസ്ജിദ്. നമ്മൾ ഈ ചെറുപ്പത്തിലെല്ലാം പറഞ്ഞു കേട്ടിട്ടില്ലേ, ശബരിമലക്ക് പോകുന്ന ഭാഗത്ത് ഒരു പള്ളി ഉണ്ട്. അതാണ് ഈ സ്ഥലം. രാവിലെ തന്നെ ഈ അണ്ണന്മാർ ഫുൾ ചാർജിൽ മരണ ഡാൻസ്, മസാല ദോശന്റെ പവറാന്ന് തോന്നുന്നു. അങ്ങനെ അണ്ണന്മാരുടെ ഡാൻസ് എല്ലാം കണ്ട് നമ്മൾ കെട്ടെടുത്ത് തലയിൽ വെച്ച് നടത്താൻ തുടങ്ങി. ഇതിലൂടെയാണ് നമ്മൾ കരിമല വഴി പമ്പയിലെത്തുക. ഇതുവഴി പമ്പയിലെത്താൻ സിമ്പിൾ പരിപാടിയാണ്. വെറും 19 കിലോമീറ്റർ കാട്ടിന്റെ ഉള്ളിലൂടെ നടന്നാൽ മതി. പോകുന്ന പോക്കി ഇങ്ങനത്തെ കുറച്ച് ചടങ്ങലുണ്ട്. ഒരു പുഴയക്കീന്റെ കല്ലെല്ലാം എടുക്കണം. അതെന്തിനാന്ന് ഞാൻ പറഞ്ഞുതരാം. ഈ 19 കിലോമീറ്റർ എന്ന് വെച്ചാൽ വെറും കാടാന്ന് കേട്ടാ. ഫുള്ള് കുഞ്ഞു കുഞ്ഞു കല്ല് വിത്ത് മുള്ള്, കാലിന്റെ എല്ലാം ഊപ്പാടളവും. പോകുന്ന പോക്കിന് ഇതേപോലെ കുഞ്ഞു കുഞ്ഞു പീടിയെല്ലാം ഉണ്ടാവും. പേടിക്കണ്ട, ഇതൊന്നും ഫ്രീ അല്ല. ഈ കാണുന്ന ലൈം ജ്യൂസിന്റെ ഒരു ഗ്ലാസിന് 40 റുപ്യ എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? എന്നാൽ അതാണ് സത്യം. ഭയങ്കര അറിവാ മക്കളെ. ഞാൻ നേരത്തെ പുഴയെന്ന് എടുത്തിട്ട് വന്ന കല്ലിത ആ കുന്നിന്റെ മേലെ കൊണ്ടുപോയിടണം. ഇതാണ് കല്ലിടാൻ കുന്നിലെ കല്ലിടൽ പരിപാടി. അങ്ങനെ കല്ലെല്ലാം കൊണ്ടുപോയിട്ട് ആനപ്പിണ്ടെല്ലാം കണ്ട് നമ്മൾ നടത്താൻ തുടങ്ങി. ചെരുപ്പിടാൻ പറ്റൂല എന്നില്ല, ഒറ്റ കുഴപ്പമില്ല, ബാക്കിയെല്ലാം മൂടാ. സന്നിധാനത്ത് വീഡിയോ എടുത്ത് കഴിഞ്ഞാൽ പിന്നെ ഫോൺ കൈമ കിട്ടൂല എന്ന് ഉറപ്പില്ലോണ്ട് ഞാൻ വീഡിയോ എടുക്കാൻ നിന്നിട്ടില്ല. അങ്ങനെ മെല്ലെ പോയി അയ്യപ്പനെയും കണ്ട് അഭിഷേകവും നടത്തി അരവണയും വാങ്ങി നമ്മൾ നാട്ടിലേക്ക് വിട്ട്. അപ്പോൾ ഓക്കെ, ബൈ.